പണ്ട് ഒരുപാട് പണി ഗൂഗിളിന് കിട്ടിയതുകൊണ്ടാണെന്ന് അറിയില്ല. ഗൂഗിൾ ഇപ്പോൾ നല്ല രീതിയിൽ തിരിച്ച് പണി കൊടുക്കുന്നുണ്ട്. 2 ആഴ്ച മുന്നേ ഗൂഗിൾ VO3 ഇറക്കിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് മറ്റ് അനുബന്ധപ്പെട്ട AI ടൂളുകൾ ഇറക്കിയിരുന്നു. ഫ്ലോ ഒരെണ്ണം, പിന്നെ ജൂൾസ്, പിന്നെ ജെമിനിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻസ്, അങ്ങനെ ഒരുപാട് ടൂളുകളും മൊത്തത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് AI വേൾഡിൽ ഒന്ന് സ്തംഭിപ്പിച്ച്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഗൂഗിള് ജെമിനിൻ്റെ CLI ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ AIനെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ടെർമിനലിൽ AIനെ റൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോക്കാം, എങ്ങനെ അത് യൂസ് ചെയ്യേണ്ടത് നോക്കാം, അതെങ്ങനെയാണ് മറ്റുള്ള CLI ടൂളിൽ നിന്ന് വ്യത്യാസമാവുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കവർ ചെയ്ത് പോവാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലോട്ട് ലോഡാവും. ഇത് ഗൂഗിൾ ജെമിനിൻ്റെ ഒഫീഷ്യൽ പേജാണ്. ഇതിൽ ജെമിനി CLI എന്നുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 1-2 പ്രീ റിക്വസിറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ Node.js വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. Node.js വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഈ ലിങ്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ Node.js ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് Node.js 18 and above ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും 18 and above വെർഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ OS ഏതാണോ അതിനണക്കായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. Node.js ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തിരിച്ച് GitHubലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലിങ്ക് ഇതുപോലെ കാണാൻ പറ്റും. അത് കോപ്പി ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെർമിനലിലോട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് item 2 ആണ്. ഇതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പാത്തിൽ പോയിട്ട് നിങ്ങളെ ജസ്റ്റ് എൻ്റർ ചെയ്യുക. പ്രൊസീഡ് കിട്ടിയെന്ന് ചോദിക്കും, ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജെമിനി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. ഇതിൽ തീം സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു തീം സെലക്ട് ചെയ്യുക. ഇതങ്ങ് സെലക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ജെമിനി API കീ വെച്ചിട്ട് വെരിഫൈ ചെയ്യുക. ജെമിനി API കീൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർപ്രൈസ് ലെവലിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്തായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് API കീസൊക്കെ യൂസ് ചെയ്താൽ മതി. നമ്മളെ കയ്യിൽ ഇപ്പം പ്രോ വെർഷൻ ഉണ്ട്, നമുക്ക് വേറെ മോഡൽസ് ആവശ്യമുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് ആ മോഡൽ യൂസ് ചെയ്യണമെങ്കിൽ അന്നേരത്തെ ജെമിനിൻ്റെ API കീ ഒക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ഓതൻറ്റിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് പോയിട്ട് ഒരു Gmail ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്യാണ്. ദി ഓതൻറ്റിക്കേഷൻ വിത്ത് ജെമിനി സക്സസ് ആയി. ഇവിടെ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇനി എല്ലാം സക്സസ് ആയി എന്നിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ടൈപ്പ് യുവർ മെസ്സേജ്. ഓക്കെ, സംഭവം അപ്പോൾ വർക്കാവുന്നുണ്ട്. ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ജെമിനി 2.5 Pro ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്നാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കമാൻഡ്സ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ്സ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമാൻഡാണ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ടോക്കൺസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എത്ര ടോക്കൺസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി CLI ഫുള്ളി ഫ്രീയാണ്, ഓപ്പൺ സോഴ്സ്ഡ് ആണ്. അതുപോലെ തന്നെ അപ്പാച്ചെ 2.0 ലൈസൻസോടെ വരുന്നതാണ്. അപ്പാച്ചെ 2.0 ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് കമേഴ്ഷ്യൽ യൂസിനും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജെമിനി CLI ഈസ് ഫുള്ളി ഓപ്പൺ സോഴ്സ് അപ്പാച്ചെ 2.0 ലൈസൻസ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജെമിനിയിൽ CLIയിൽ നമുക്ക് 1 മണിക്കൂറിൽ 60 റിക്വസ്റ്റ് വരെയും 60 റിക്വസ്റ്റ് വരെയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു ദിവസം മാക്സിമം 1K റിക്വസ്റ്റ് വരെയും കൊടുക്കുക. അതിൽ മേലെ പോയി കഴിഞ്ഞാൽ കട്ടാവും. പിന്നെ ഇത് ഫുള്ളി ഓപ്പൺ സോഴ്സ്ഡ് ആണ്, ഫുള്ളി ഫ്രീ ആണ്. നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂളുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഫുൾ ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ തരുന്നില്ല. ഇതിൽ ലിമിറ്റേഷൻസ് ധാരാളം ഉണ്ട്. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്, API കീ ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന കേസിൽ സംഗതി മൊത്തം ഓപ്പൺ സോഴ്സാണ്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ തരുന്നുണ്ട്.
അപ്പോൾ അവർ പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ബിൽറ്റ് ഇൻ ടൂൾസ്. ധാരാളം ടൂളുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കറിയാം ഏജൻസിന് യൂസ് ചെയ്യുന്ന ധാരാളം ടൂളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ChatGPT-യിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെബ് സെർച്ചൊക്കെ ചെയ്യുന്ന ഒരു ടൂളുകൾ ഉണ്ടാവില്ലേ, അതുപോലെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഗൂഗിൾ സെർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ MCP സപ്പോർട്ട് ഉണ്ട്, മോഡൽ കോൺടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ളതിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഫുൾ ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ നമ്മളെ ചാനലിൽ ചെയ്യുന്നുണ്ട്. MCPനെ കുറിച്ച് ഫുള്ളായിട്ട് മനസ്സിലാക്കുന്നൊരു വീഡിയോ. പിന്നെ അതുപോലെ തന്നെ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ ChatGPT-യിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പോലെയാണ്, എനിക്ക് പ്രിഫറൻസ് പൈത്തണിലാണ് ആൻസേഴ്സ് വേണ്ടത്, അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇത്രയൊക്കെയാണ് ഇതിൽ കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരുന്നത്. നമ്മളിവിടെ CLI-ൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാറ്റ്സ് എന്ന് അടിച്ചതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ MCP എന്നൊക്കെ ഓപ്ഷൻ കണ്ടില്ല. MCP ഒക്കെ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ ടൂൾസിൽ നമുക്ക് ഇതേ പറഞ്ഞ പോലെ ഒരുപാട് ടൂളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ടൂൾസ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ സെർച്ച് ഉണ്ട്, ഷെല്ലുണ്ട്, പിന്നെ സെർച്ച് ടെക്സ്റ്റ്, എഡിറ്റ്, റൈറ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ ഒരുമാതിരിപ്പെട്ട ബേസിക് ടൂളുകളൊക്കെ ജെമിനി CLI-ൽ പ്രീ ബിൽട്ടായിട്ട് വരുന്നുണ്ട്. ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഗൂഗിൾ ജെമിനി CLI-ൽ നമുക്ക് അറൗണ്ട് 1 മില്യൺ ടോക്കൺ കോണ്ടെക്സ്റ്റ് വിൻഡോ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 1 മില്യൺ വരെയുള്ള ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുതരാം, ഒരു 500 പേജുള്ള ഒരു PDF സങ്കല്പിക്കുക. അതിലെ കണ്ടന്റ് പോലും നമുക്ക് ഈ ചാറ്റ് വിൻഡോയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അത്രയും ഡാറ്റ വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഏകദേശം ഉള്ളൊരു കണക്ക്. 1 മില്യൺ ടോക്കൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സാധാരണ ഒരു മെസ്സേജ്, ഒരു ഇൻപുട്ട് റിക്വസ്റ്റ് കൊടുത്ത് റെസ്പോൺസ് വരുന്ന സമയത്ത് വളരെ ചെറിയ ടോക്കൺ മാത്രമേ കണക്കാക്കുള്ളൂ. ലൈക്ക് ഒരു വേർഡിന് ഒരു ടോക്കൺ എന്നുള്ള കണക്ക് വെച്ച് നമ്മളൊരു 500 ലൈൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു 500 ടോക്കൺ മാത്രമേ അവിടെ കൺസ്യൂം ആവുന്നുള്ളൂ. അതുപോലെ 1 മില്യൺ ടോക്കണിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ നമുക്ക് തരുന്നുണ്ട്. സോ വലിയ പ്രോംപ്റ്റ് ആയാലും ഈസി ആയിട്ട് അക്സെപ്റ്റ് ആവുന്ന അതിനർത്ഥം. സപ്പോസ് നിങ്ങൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചില സമയത്ത് അത് പാത്തിൻ്റെ ഇഷ്യൂ കൊണ്ട് ഓപ്പൺ ആയി എന്ന് വരില്ല. ജെമിനി എന്നുള്ള കമാൻഡ് നമ്മൾ ജസ്റ്റ് പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ അതിന് ചെറിയൊരു സൂത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കമാൻഡ് ആയിരിക്കും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് കമാൻഡ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ പാത്തിൽ പോയിട്ട് സേവ് ആവും. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിന് ആ പാത്ത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ അത് ഓപ്പൺ ചെയ്യിക്കാൻ പറ്റും. ഈ ടെർമിനലിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ കുറേ കമാൻഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള കമാൻഡ്സ് വരും എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കമാൻഡ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന് ക്ലിയർ എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീന് മൊത്തം ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിയർ ആയി പോകും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽപ്പ് കമാൻഡ്, നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും സ്റ്റക്കായി എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ്സ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഇപ്പോൾ മേജറായിട്ടുള്ള 2 കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് കോണ്ടെക്സ്റ്റ്, ഷെൽ മോഡ്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷനിലുള്ള ഫോൾഡറിനെയും ഫയൽസിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഈ റിയാക്ട് ടു ഡു ആപ്പ് എന്നുള്ള ആപ്പിനകത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഫയലുകളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഫയലിനെയും വേണമെങ്കിൽ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ ഫയലിനകത്ത് ഒരു ചേഞ്ച് വരുത്തണം. സേ readme.md എന്നുള്ള ഫയലിനകത്ത് എനിക്ക് ചേഞ്ച് വരുത്തണം എന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ ടാഗ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ് add a line called this project is done at the end of this file. ഞാൻ ഫയലിൻ്റെ പേരും അവിടെ പറയുന്നില്ല, അത് നമ്മൾ ആ ഫസ്റ്റ് ടാഗ് ചെയ്യുന്നിടക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജെമിനി ലോഡാവുന്ന സമയത്ത് ഇവിടെ ജെമിനി 2.5 Pro അല്ലെങ്കിൽ 2.5 ഫ്ലാഷ് ചില സമയത്ത് ഇൻ്റർനെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജെമിനി 2.5 Pro ഒന്ന് ജെമിനി 2.5 ഫ്ലാഷിലോട്ട് വരും. ആ സമയത്ത് നമ്മൾ ഈ വെബ് ആപ്ലിക്കേഷൻ, ഈ വൈബ് കോഡിങ് സംഗതികളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ
പരമാവധി ജെമിനി 2.5 പ്രോയിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റ് ക്വിറ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സെഷൻ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് പ്രോയിലോട്ട് സെറ്റ് ആവും. ഓക്കെ, ഇവിടെ അലോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഓരോരോ ടൂളുകളാണ്. സ്ലോ റെസ്പോൺസ് ടൈം ഡിറ്റക്റ്റഡ് ഓട്ടോമാറ്റിക്കലി സ്വിച്ചിങ് ഫ്രം 2.5 to 2.5 ഫ്ലാഷ്. ഇവിടെ 2.5 ഫ്ലാഷിലോട്ട് വന്ന് ഇത് അത്ര ഒരു സുഖമില്ല. ഇവരിവിടെ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടു അവോയ്ഡ് ദിസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ആ ജെമിനി കീ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞത്. /auth എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജെമിനി കീ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജെമിനി കീ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ഗെറ്റ് API കീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് API കീ എന്ന് കാണിക്കും. കറൻ്റ്ലി ഇത് ജെമിനി 2.0 ഫ്ലാഷിനാണ് വരുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് API കീ കൊടുത്തു കഴിഞ്ഞാലും 2.0 ഫ്ലാഷിൻ്റെ ആണ് വരിക. നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുതിയ കീസൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഏതൊരു പോയിന്റിലും നമുക്ക് ഏതെങ്കിലും ഒരു കമാൻഡിൽ നിന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ ടെർമിനൽ വിൻഡോയിലോട്ട് എൻ്റർ ആവും. അപ്പോൾ ഇവിടെ ഐ ഹാവ് ആഡഡ് ദിസ് പ്രോജക്റ്റ് ഈസ് ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദ റീഡ്മി ഫയൽ. അത് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നത്. സോ നമ്മൾ ടൂൾസിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൂൾസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂളുകൾ ഉണ്ടല്ലേ. അതിലൊരു ടൂളാണ് ഇവിടെ കോളായിട്ടുള്ളത്. റീഡ് മെനി ഫയൽസ് എന്നുള്ളൊരു ടൂളാണ് കോളായിട്ടുള്ളത്. കാരണം ഇതൊരു ഏജൻറ്റിക് മോഡലായിരുന്നു വർക്കാവുന്നത്. ജെമിനി CLI എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഏജൻറ്റാണ്. സോ അതിന് ഒരുപാട് ടൂളുകൾ ആക്സസ് ഉണ്ട്. MCP ആക്സസ് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കോണ്ടെക്സ്റ്റുകൾ കൊടുക്കാം, നോളജ് ബേസ് കൊടുക്കാം, മെമ്മറി കൊടുക്കാം. മെമ്മറി ഒക്കെ ഇവിടെ ടൂളുണ്ട്. മെമ്മറി എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒന്നും ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടില്ല, എല്ലാം വഴിയെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ്. ഈ ഫയലിൻ്റെ കണ്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ടെർമിനൽ ആക്സസ് ഇവിടെ ഇല്ല. ഇതിപ്പോൾ ജെമിനീൻ്റെ CLIയിലാണ് നമ്മൾ ഓപ്പണായി കിടക്കുന്നത്. ടെർമിനൽ ആക്സസ് കിട്ടാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഷിഫ്റ്റ് അടിച്ച് 1 അടിക്കുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് വരില്ലേ. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷെൽ മോഡ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇതെങ്ങനെ എനിക്കിത് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഹെൽപ്പ് അടിക്കുന്ന സമയത്ത് ഇവിടെ ഷെൽ മോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ടൻറ്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെയും ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് AI-നോട് ചോദിക്കുക. AI-നോട് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഷെല്ലിൻ്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് 1 അതേ സെയിം കമാൻഡ് ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെൽ മോഡ് എനേബിൾ ആവും, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ മോഡിലാവും. ഇപ്പോൾ ഞാൻ പറയാണ് ഗെറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ റീഡ്മി അതിൻ്റെ പേര് റിയാക്ട് ടു ഡു app/readme.md give me only the last line. ഓക്കെ, ജെമിനി വീണ്ടും 2.5 പ്രോയിലോട്ട് തന്നെ തിരിച്ചെത്തിയിട്ടാ. ഭാഗ്യം. റീഡ് ഫയൽ എന്നുള്ള ടൂളാണ് ഇവിടെ കോളായിട്ടുള്ളത്. അങ്ങനെ ഓരോ ടൂളിൻ്റെ ആക്സസുകൾ ധാരാളം കിട്ടുന്നത് കൊണ്ടാണ് ഏജൻറ്റ് പവർഫുള്ളാന്ന് പറയുന്നത്. കുറേ ടൂളുകൾ നമുക്ക് കൊടുത്തിട്ട് ബ്രെയിനിന്, അതായത് LLM-നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും ധാരാളം ടൂൾ ആക്സസുകൾ ഉണ്ടെങ്കിൽ LLM-ന്റെ പവർ ബൂസ്റ്റ് ആവും. ഇതാണ് ബേസിക്കലി ഏജൻറ്റിൻ്റെ പരിപാടി. ബൈ ഡിഫോൾട്ട് ഞാൻ പറഞ്ഞ ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ് ഗൂഗിളിൻ്റെ സെർച്ച്. ഗൂഗിൾ സെർച്ച് നമുക്ക് ഇൻബിൽറ്റ് ടൂളിൻ്റെ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഗൂഗിൾ സെർച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാണ് ഗിവ് മീ ദ ലേറ്റസ്റ്റ് ന്യൂസ് ഫ്രം കേരള. ഐ വാണ്ട് ന്യൂസ്. ഇപ്പോൾ അത് ഗൂഗിൾ സെർച്ച് ആക്സസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ സെറ്റ് സെർച്ചിങ് ദ വെബ്. സോ ഈ ടൂളാണ് ഇപ്പോൾ കറൻ്റ്ലി ആക്സസ് ചെയ്യുന്നത്. ഈ ജെമിനിയിൽ ഞാൻ കണ്ട ഒരു മെയിൻ 2 പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ ഇത് ഏജൻറ്റിക് മോഡായതുകൊണ്ട് തന്നെ കീപ്പ് ഓൺ റണ്ണായിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു എറർ വന്ന് അതിനെ ഫിക്സ് ചെയ്ത് വീണ്ടും അടുത്തതിലോട്ട് പോയി
എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ അത് ഫോർ എക്സാമ്പിൾ വെബ് സെർച്ചിന് ആവശ്യം ഉണ്ടെങ്കിൽ അത് തന്നെ പോയി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് റൺ ചെയ്ത് തിരിച്ചും മറിച്ച് റൺ ചെയ്ത് കൊടുക്കും. ഇത് പ്രോബ്ലം എന്നല്ല, നമ്മളിപ്പോൾ API കീ ഒക്കെ പെയ്ഡൊക്കെ ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് തീർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും ഇതിങ്ങനെ കൺഫർമേഷൻ വേണമെന്നുള്ള രീതിയിൽ ചോദിക്കും. ചെറിയ കാര്യമാണെങ്കിൽ പോലും കൺഫർമേഷൻ വേണമെന്നുള്ളത് ചോദിക്കും. യെസ് ടു ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുന്നുണ്ട് എനിക്ക് കണ്ടെടുത്തോളം. അത് കുറച്ച് അനോയിങ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. എറർ പെർഫോമിംഗ് വെബ് സെർച്ച്. ഐ എം അൺഎബിൾ ടു ഫെച്ച് ദ ലേറ്റസ്റ്റ് ന്യൂസ് ഫ്രം കേരള ഡ്യൂ ടു കോട്ട ഇഷ്യൂ വിത്ത് ദിസ് സെർച്ച് ടൂൾ. ഓക്കെ, സോ നമ്മൾ ഫ്രീ വെർഷനിലായതുകൊണ്ടാണോ എന്നറിയില്ല, ചിലപ്പോൾ ഇങ്ങനെയുള്ള എറർ ഉണ്ടാവാറുണ്ട്. എനിക്ക് 1-2 തവണ ഇത് കിട്ടി. ശരി, വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ക്വിക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇന്ന് 27. ഓക്കെ, കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. F-35B ഫൈറ്റർ ജെറ്റിൻ കണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ജെമിനി. നമുക്കിതിലൊരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷനും കൂടെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കോഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ജെമിനി CLIൻ്റെ കോഡിംഗ് കേപ്പബിലിറ്റി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ വെബ് ആപ്ലിക്കേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വലിയ പ്രോംപ്റ്റ് ഒന്നുമല്ല, ഒരു ചെറിയ സ്മോൾ പ്രോംപ്റ്റ്, ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ, ഒരു ടു ഡു റിയാക്ട് ആപ്ലിക്കേഷൻ, HTML CSS ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ട്. ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് ജെമിനി 2.5 Pro സെറ്റായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ 100% കോണ്ടെക്സ്റ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ 1 മില്യൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ഉണ്ട്. അതിൽ നമുക്ക് ഈ 100% ഓരോ തവണയും റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% കാണിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം വലിയ പ്രോംപ്റ്റൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് ഈ വാല്യൂ കമ്മിയായി വരിക. അപ്പോൾ അത് വളരെ പണിപ്പെടും. നമ്മളത് മൊത്തം തീർക്കണമെങ്കിൽ തീർന്നു പോയാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയും കോണ്ടെക്സ്റ്റ് നമുക്ക് ഒരു സെഷനിൽ സപ്പോർട്ട് ആവുന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന കാര്യം. ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഇത് മൊത്തം ഒന്ന് സെറ്റായി വരാൻ. ഓക്കെ, ഇനീഷ്യലി നമുക്ക് ഇവിടെ ഒരു പ്ലാന് ജനറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നതൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാന് നമുക്ക് ഫസ്റ്റ് കാണിച്ചു തരും. നമ്മളത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും ഞാനത് പ്രൊസീഡ് ചെയ്യട്ടെ, മോഡേൺ റിയാക്ട് ടു ഡു ആപ്പ് എന്നുള്ളൊരു ആപ്പ് ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. നമ്മൾ യെസ് അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഈ 2 കമാൻഡുകൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ അപ്പാവുന്നു. നമുക്കതൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ CD മോഡേൺ ടു ഡു ആപ്പ് ഞാൻ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് ആ ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. ഈ CD എന്നുള്ള കമാൻഡ് അടിച്ച് ആ ലൊക്കേഷനിലോട്ട് പോയിട്ടുണ്ട്. അടുത്തത് പറയുന്നത് npm സ്റ്റാർട്ട് കൊടുക്കുന്നതോടെ ഓക്കെ ആപ്ലിക്കേഷൻ ലോഡായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ടു ഡു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ചുമ്മാ അടിച്ച് നോക്കുക. ബൈ മിൽക്ക് ടിപ്പിക്കൽ സാധനം. ഓക്കെ, അടിപൊളി. ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോകുന്നുണ്ട്. കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ആവുന്നുണ്ട്. ഓക്കെ, മതി. ഒരു ചെറിയ ആപ്ലിക്കേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കിയതാ. നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ വലിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. ക്ഷമയും നോളജും ടൈമും ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാം, സമാധാനമായിട്ട് ബിൽഡ് ചെയ്യാം. പക്ഷേ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചിലവുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഗൂഗിൾ ജെമിനി CLIയിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ജെമിനിൻ്റെ കോഡ് അസിസ്റ്റുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാവുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യാൻ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് വർത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളെ കമ്മ്യൂണിറ്റിയിലോട്ട് എത്തിച്ചു കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ബൈ.